നമസ്തേ. ഇന്ന് നമ്മൾ ട്രിഗണോമെട്രി ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ നന്നായി പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ട്രിഗണോമെട്രി എന്ന് പറയുമ്പോൾ നിങ്ങൾ പെൻഡിങ് ഇട്ടേക്കരുത്. പുതിയ പുതിയ പാർട്സ് പഠിക്കണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ പ്രീവിയസ് പാർട്ടുകൾ നന്നായിട്ട് പഠിച്ചിട്ട് വേണം ഇരിക്കാൻ. അത് ട്രിഗണോമെട്രി ബേസ് ഇട്ട് വന്നില്ലെങ്കിൽ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. ഓക്കെ, ഇന്ന് ടീച്ചർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസിഡർ എ യൂണിറ്റ് സർക്കിൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തതിൻ്റെ കുറച്ചുകൂടെ മുന്നോട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ഒരു യൂണിറ്റ് സർക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം പി എ ബി ബി എനി പോയിൻ്റ് ഓൺ ദി സർക്കിൾ ആകുമ്പോൾ ആ എ ബി എന്നുള്ളത് കോസ് എക്സ് സൈൻ എക്സ്, എ ബി എന്നുള്ള പോയിൻ്റ് കോസ് എക്സ് സൈൻ എക്സ് ആയിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ കൺസിഡർ ദിസ് ആംഗിൾ എക്സ്, അതിന് പി എ ബി ബി എനി പോയിൻ്റ് ഓൺ ദി സർക്കിൾ. നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു പകരം അതിൻ്റെ റിഫ്ലക്ഷൻ പോലെ നമ്മൾ ഈ ഫോർത്ത് ക്വാഡ്രൻറ്റിൽ, ഇതിപ്പോൾ എക്സും വൈയും ആക്സിസ് ആണ്, സെൻറ്റർ അതിൻ്റെ ഒറിജിനായിട്ടാണ്, നമ്മൾ സർക്കിളിൻ്റെ സെൻറ്റർ ഒറിജിനായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ പി എ ബി എന്നുള്ളൊരു പോയിൻ്റ് എടുത്തപ്പോൾ നമുക്ക് അതുപോലെ ഇവിടെ ഒരു പോയിൻ്റ് എടുത്തു. അതേ ആംഗിൾ ഇങ്ങോട്ട് എക്സ് ആംഗിൾ ഉണ്ടാക്കുന്നെങ്കിൽ അതിൻ്റെ റിവേഴ്സ് ആംഗിളായിട്ട്, അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഒറിജിനൽ പൊസിഷനിൽ നമ്മൾ ഇങ്ങോട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ഇതെന്തായിരിക്കും, നെഗറ്റീവ് ആംഗിളായിരിക്കും. അപ്പോൾ ഇത് എക്സും ഇത് മൈനസ് എക്സും ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എ ബി എന്ന് പറയുമ്പോൾ നമ്മൾ ആ പോയിൻറ്റ്സ്, ഇത് ഫോർത്ത് ക്വാഡ്രൻ്റ് ആകുമ്പോൾ എക്സ് പോസിറ്റീവ് ആയിരിക്കും, വൈ നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ഇവിടുത്തെ പോയിൻ്റ് എന്താകും, എ മൈനസ് ബി എന്നാകും. ഇനി നമുക്കൊന്ന് നോക്കാം, ഇത് ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ എന്താണ് കോസ് എക്സ്, കോസ് എക്സ് ഇസിക്കൽ ടു എ ആണ്. ഇനി ഈ ആംഗിൾ മൈനസ് എക്സ് ആണെങ്കിൽ കോസ് ഓഫ് മൈനസ് എക്സ് എന്തായിരിക്കും, എ ആയിരിക്കും. അപ്പോൾ നോക്കിയേ, കോസ് എക്സും എ ആണ്, കോസ് ഓഫ് മൈനസ് എക്സും എ ആണ്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് എഴുതാം, കോസ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ്. ഇവിടെ കോസ് ഓഫ് മൈനസ് എക്സും കോസ് എക്സും സെയിം ആണ്. ഇനി നമുക്ക് സൈൻ എക്സിൻ്റെ കാര്യം നോക്കാം. ഇവിടെ നോക്കിയാൽ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു ബി. ഇവിടെ ആണെങ്കിലോ സൈൻ ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി. ഓക്കെ, അപ്പോൾ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു ബിയും സൈൻ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബിയും ആകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, മൈനസ് ബി മീൻസ് മൈനസ് സൈൻ എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ് കോസ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ്, ബട്ട് സൈൻ ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് റിസൾട്ടുകൾ എടുക്കാം. കോസ് ഓഫ് മൈനസ് എക്സ് കോസ് എക്സ് ആയതുകൊണ്ട് അതിൻ്റെ റെസിപ്രോക്കലായ സീക്ക് ഓഫ് മൈനസ് എക്സ് എപ്പോഴും എന്തായിരിക്കും, സീക്ക് എക്സ് ആയിരിക്കും. ഇനി സൈൻ ഓഫ് മൈനസ് എക്സ് മൈനസ് സൈൻ എക്സ് ആണ്, അതുകൊണ്ട് അതിൻ്റെ റെസിപ്രോക്കലായ കൊസീക്ക് മൈനസ് എക്സ് എന്തായിട്ട് വരും, മൈനസ് കൊസീക്ക് എക്സ്. അതുപോലെ ടാൻ ഓഫ് മൈനസ് എക്സ്, ടാനിൽ സൈൻ വരുന്നത് കൊണ്ട് ടാൻ ഓഫ് മൈനസ് എക്സ് മൈനസ് ടാൻ എക്സ്. അതുപോലെ കോട്ട് ഓഫ് മൈനസ് എക്സ് മൈനസ് കോട്ട് എക്സ്. ഇവിടെ ഓർത്തിരിക്കണം, നെഗറ്റീവ് ആംഗിൾ വരുമ്പോൾ കോസും സീക്കും ആകുമ്പോൾ ഒരു വേരിയേഷനും ഉണ്ടാകുന്നില്ല, ആ സെയിം ആംഗിൾ ഇട്ട് തന്നെ വരും. പക്ഷേ കോസും സീക്കും ഒഴികെ മറ്റ് 4 ട്രിഗണോമെട്രിക് ഫങ്ഷൻസിലും മൈനസ് ആംഗിൾ എടുത്താൽ മൈനസ് ഓഫ് വരും. ഓക്കെ, അതായത് സൈൻ ഓഫ് മൈനസ് എക്സ് മൈനസ് സൈൻ എക്സ്, അതുപോലെ ഒരു നെഗറ്റീവ് പുറത്തു വരുന്ന രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇവിടെ എല്ലാ ക്വാഡ്രൻറ്റിലും പോയിൻറ്റ്സ് കൺസിഡർ ചെയ്ത് നമുക്ക് ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അത് എല്ലാ പ്രൂഫും കൂടെ ടീച്ചർ പറയാതെ അത് സോർട്ട് ചെയ്ത് ടീച്ചർ പറയാൻ പോവുകയാണ്. ഇപ്പോൾ ഇത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ്, ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ ആ പോസിറ്റീവ് തന്നെ ആയിരിക്കും, ഈ ക്വാഡ്രൻറ്റിലാകുമ്പോൾ നെഗറ്റീവ് ആംഗിൾ ആയിരിക്കും. പക്ഷേ നെഗറ്റീവ് ആംഗിൾ വരുമ്പോൾ എന്തുമാത്രം വരുന്നുണ്ട്, കോസും സീക്കും മാത്രം പോസിറ്റീവ്. അതായത് ഈ ക്വാഡ്രൻറ്റിൽ കോസും സീക്കും എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. എന്നുവെച്ചാൽ അവിടെ നെഗറ്റീവ് ആംഗിൾ വന്ന ഒരു വേരിയേഷനും ഉണ്ടാകുന്നില്ല. അപ്പോൾ അത് ആ റിസൾട്ടിന് ആ പ്രൂഫ് എല്ലാം കൂടി ടീച്ചർ പറയുന്നില്ല, ഇതെല്ലാം കൂടി സോർട്ട് ചെയ്ത് ടീച്ചർ പറയുകയാണ്. അതായത് ഇത് 4 ക്വാഡ്രൻ്റ് ആണ്. 0 മുതൽ π/2 വരെ ഒരു ക്വാഡ്രൻ്റ്,
π/2 മുതൽ π വരെ സെക്കൻഡ് ക്വാഡ്രൻറ്റ്, π തൊട്ട് 3π/2 വരെ തേർഡ് ക്വാഡ്രൻറ്റ്, 3π/2 തൊട്ട് 2π ഓർ 0 വരെ ഫോർത്ത് ക്വാഡ്രൻറ്റ്. അപ്പോൾ ആ ക്വാഡ്രൻ്റ് ടീച്ചർ ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് കാണിച്ചിരിക്കുകയാണ്. ഇത് 0 ഓർ 2π, ഇത് π/2, ഇത് π, ഇത് 3π/2. അപ്പോൾ 0 മുതൽ π/2 വരെയാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, π/2 മുതൽ π വരെ സെക്കൻഡ് ക്വാഡ്രൻറ്റ്, π തൊട്ട് 3π/2 വരെ തേർഡ് ക്വാഡ്രൻറ്റ്, 3π/2 തൊട്ട് 2π വരെ ഫോർത്ത് ക്വാഡ്രൻറ്റ്. നിങ്ങൾ ജോമെട്രിയിൽ പഠിച്ചിട്ടിരിക്കുന്ന അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെയാണ് നമ്മൾ ക്വാഡ്രൻസ് അല്ലെങ്കിൽ ചതുർത്ഥാംശം. ജോമെട്രി നിങ്ങൾ എക്സും വൈയുടെയും കോർഡിനേറ്റ് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ എടുത്ത് ഈ 4 ക്വാഡ്രൻറ്റിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സുകളിൽ. അപ്പം 4 ക്വാഡ്രൻറ്റ് ഇവിടെ ഉണ്ട്. ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാ ട്രിഗണോമെട്രിക് ഫങ്ഷൻസും സൈൻ, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട് എല്ലാ ട്രിഗണോമെട്രിക് ഫങ്ഷൻസും ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഏത് ആംഗിൾ എടുത്താലും പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ സെക്കൻഡ് ക്വാഡ്രൻറ്റിലുള്ള വാല്യൂ ആംഗിൾ എടുത്താൽ സൈനും കൊസീക്കും എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ. അതുപോലെ തേർഡ് ക്വാഡ്രൻറ്റിലുള്ള ആംഗിൾസ് എടുത്താൽ ഇവിടെ ടാനും കോട്ടും എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, ബാക്കി എല്ലാ ട്രിഗണോമെട്രി ഫങ്ഷൻസും നെഗറ്റീവ്. അതുപോലെ ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കോസും സീക്കും മാത്രം പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവ്. ഒന്നും കൂടെ പറയാം, ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാ ട്രിഗണോമെട്രിക് ഫങ്ഷൻസും പോസിറ്റീവ് ആയിരിക്കും. അതായത് ഇതിനകത്തുള്ള ആംഗിൾ എടുക്കുന്നതനുസരിച്ചാണേ. അതുപോലെ സെക്കൻഡ് ക്വാഡ്രൻറ്റിലുള്ള ഒരു ആംഗിൾ എടുത്താൽ സൈനും കൊസീക്കും പോസിറ്റീവ്, ബാക്കി 4 ട്രിഗണോമെട്രി ഫങ്ഷൻസും നെഗറ്റീവ്. അതുപോലെ തേർഡ് ക്വാഡ്രൻറ്റിൽ ടാനും കോട്ടും പോസിറ്റീവ്, ബാക്കി 4 ഫങ്ഷൻസും നെഗറ്റീവ്. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കോസും സീക്കും പോസിറ്റീവ്, ബാക്കിയുള്ള 4 ഫങ്ഷൻസും നെഗറ്റീവ്. ഇത് ഓർത്ത് വയ്ക്കാൻ വേണ്ടി ടീച്ചർ ഒരു എളുപ്പമാർഗം പറയാം. ASTC, ഇത് റിവേഴ്സ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ASTC ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഓൾ സൈനും കൊസീക്കും, ടാനും കോട്ടും, കോസും സീക്കും. ഇത് ഓർക്കാനുള്ള എളുപ്പത്തിന് ഓൾ സ്റ്റുഡൻസ് ടേക്ക് ചോക്ലേറ്റ്. എങ്ങനെയാണ്? ഓൾ സ്റ്റുഡൻസ് ടേക്ക് ചോക്ലേറ്റ്. ഇനി ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടുന്നൊരു അബ്രിവേഷൻ നിങ്ങൾ അതിനെ വികസിപ്പിച്ചെടുക്കുക. ഇവിടെ ടീച്ചർ ഇങ്ങനെയൊന്ന് പറഞ്ഞു എന്നുള്ള ഏത് രീതിയിൽ, ചിലർ പറയും ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി, അങ്ങനെ പല രീതിയിൽ ആൾക്കാർ ഇതിനെ മറക്കാതിരിക്കാൻ ഓരോ സൂത്രപ്പണികൾ ഒപ്പിച്ച് വയ്ക്കും. അപ്പോൾ ഓൾ സ്റ്റുഡൻസ് ടേക്ക് ചോക്ലേറ്റ്, ഓൾ മീൻസ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ പോസിറ്റീവ്. സ്റ്റുഡൻസ് യെസ്, സൈനും കൊസീക്കും പോസിറ്റീവ് സെക്കൻഡിൽ. ടേക്ക് ടീ, ടാനും കോട്ടും പോസിറ്റീവ് തേർഡിൽ. കോഫി ഓർ ചോക്ലേറ്റ് ഫോർത്ത് ക്വാഡ്രന്റിൽ കോസും സീക്കും പോസിറ്റീവ്. ഫസ്റ്റിൽ ഓൾ പോസിറ്റീവ്, സെക്കൻഡിൽ സൈനും കൊസീക്കും പോസിറ്റീവ്, തേർഡിൽ ടാനും കോട്ടും പോസിറ്റീവ്, ഫോർത്തിൽ കോസും സീക്കും പോസിറ്റീവ്. ഇത്ര നന്നായിട്ട് ക്ലിയർ ആയല്ലോ. ഇനി വേറെ ഒന്നുകൂടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എവിടെ മുതലാണ്? 0 to π/2 ഡിഗ്രിയിലാണെങ്കിൽ 0 to 90. സെക്കൻഡ് ക്വാഡ്രന്റിലെ ആംഗിളോ π/2 to π ഡിഗ്രിയിലാണെങ്കിൽ 90 to 180. തേർഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ π to 3π/2 ഓർ 180 ഡിഗ്രി to 270. ഫോർത്ത് ക്വാഡ്രന്റ് 3π/2 to 2π ഓർ 270 to 360 ഡിഗ്രി. ഇത് നന്നായിട്ട് ഇതൊരു കുരിശ് പോലെ, എന്നുവെച്ചാൽ ഒരു കുരിശ് പോലെ നിങ്ങൾ ഇങ്ങനെ കണ്ണടച്ചിരുന്നാൽ പോലും ആ കുരിശ് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരണം. ഫസ്റ്റ് ക്വാഡ്രന്റ് 0 to π/2, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ π/2 to π, പിന്നെ π to 3π/2, 3π/2 to 2π. അപ്പോൾ ഒരു കുരിശ് പോലെ നിങ്ങൾ ആ ക്വാഡ്രന്റ് ആംഗിൾസ് ഓർത്തിരിക്കണം. പിന്നീട് ഓർത്തിരിക്കേണ്ടത് എന്താണ്? ASTC. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ഓർത്ത് വെക്കുക. പിന്നെ നെഗറ്റീവ് ആംഗിളിൻ്റെ കാര്യം ടീച്ചർ എന്തും കൂടെ പറഞ്ഞു. ഒരു നെഗറ്റീവ് ആംഗിൾ കോസിനും സീക്കിനും നെഗറ്റീവ് ആംഗിൾ ബാധിക്കത്തില്ല. അതെന്തായിരിക്കും? ആ നെഗറ്റീവ് മാറി കോസ് എക്സ് സീക്ക് എക്സ് വരും. ബാക്കി 4 ട്രിഗണോമെട്രി ഫങ്ഷൻസിലും നെഗറ്റീവ് ആംഗിൾ എടുത്താൽ ആൻസറിനകത്തെല്ലാം എന്ത് വരും? ഒരു നെഗറ്റീവ് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഇത് വെച്ച് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം.
Find the values of other trigonometric functions. First question, cos x is equal to minus 1 by 2, x lies in third quadrant. അതുപോലെ സൈൻ എക്സ് ടാൻ എക്സും എക്സ് ഏത് ക്വാഡ്രൻറ്റിലാണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം രണ്ട് രീതിയിൽ ചെയ്യാം. ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ഒരു രീതിയിലും മറ്റൊരു ക്വസ്റ്റ്യൻ വേറൊരു രീതിയിലും ചെയ്ത് കാണിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള മാർഗം സ്വീകരിച്ചാൽ മതി. രണ്ട് രീതിയിൽ ചെയ്താൽ നമുക്ക് എക്സാമിന് മാർക്ക് കിട്ടും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. കോസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1 by 2, എക്സ് ലൈസ് ഇൻ തേർഡ് ക്വാഡ്രൻറ്റ്. അപ്പോൾ തന്നിരിക്കുന്നത് എന്താണ്? അപ്പോൾ അതർ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് കാണാനാണ്. അപ്പോൾ നമുക്കറിയാം 6 ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഉണ്ട്, ഒരെണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി 5 എണ്ണം നമുക്ക് കാണണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കോസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1 by 2. കോസ് എക്സ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് എഴുതാം? അതിൻ്റെ റെസിപ്രോക്കൽ അങ്ങ് എഴുതാം. അതായത് കോസ് എക്സ് മൈനസ് 1 by 2 ആണെങ്കിൽ നമുക്ക് സീക്ക് എക്സ് അങ്ങ് എഴുതാമല്ലോ. സീക്ക് എക്സ് എത്ര വരും? ഇതിൻ്റെ റെസിപ്രോക്കൽ, ദാറ്റ് ഈസ് -2. ഓക്കെ, ഇനി നമുക്ക് ബാക്കി 4 എണ്ണം കാണണം. അതിലൂടെ കോസ് അല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ കോസ് തന്നിരിക്കുമ്പോൾ നമ്മൾ ഈ കോസുമായി റിലേറ്റ് ചെയ്ത ഒരു ഐഡൻറ്റിറ്റി, നമ്മൾ 3 ഐഡൻറ്റിറ്റി പഠിച്ചിട്ടുണ്ട്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1, സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1, കൊസീക്ക് സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് കോസ് എക്സ് ആയതുകൊണ്ട് ആ കോസ് എക്സുമായിട്ട് ബന്ധപ്പെട്ട ഐഡൻറ്റിറ്റി നമ്മൾ എടുക്കണം. അപ്പോൾ കോസ് എക്സുമായിട്ട് ബന്ധപ്പെട്ട ഐഡൻറ്റിറ്റി നമുക്ക് ഏതാണുള്ളത്? നമുക്കറിയാം സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. നമുക്ക് കോസ് സ്ക്വയർ എക്സ് അല്ലേ ഉള്ളത്, അതിൽ നിന്ന് സൈൻ സ്ക്വയർ എക്സ് എങ്ങനെ കാണാം? സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്, ദാറ്റ് ഈസ് 1 മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ -1 by 2 അല്ലേ. അപ്പം -1 by 2 ദ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് -1 by 2 ദ ഹോൾ സ്ക്വയറിൽ എത്ര വരും? 1 by 4 വിച്ച് ഈസ് ഈക്വൽ ടു, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ? ഈ 4 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 മൈനസ് 1 3 by 4. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 3 by 4. ദെൻ വാട്ട് ഈസ് സൈൻ എക്സ്? സൈൻ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഇതിൻ്റെ സ്ക്വയർ റൂട്ട്. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എത്ര വരും? √3യുടെ സ്ക്വയർ റൂട്ട് √3, 4ൻ്റെ സ്ക്വയർ റൂട്ട് 2. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ കോസ് എക്സ് ഇസ് ഈക്വൽ ടു -1 by 2, അത് വെച്ച് നമ്മൾ സൈൻ സ്ക്വയർ എക്സ് കാണണം. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്. നമ്മൾ ഈ -1 by 2 സിംപ്ലിഫൈ ചെയ്തപ്പോൾ 3 by 4 കിട്ടി. ദാറ്റ് ഈസ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √3 by 2. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നമ്മുടെ എക്സ് ഏത് ക്വാഡ്രൻറ്റിൽ? എക്സ് തേർഡ് ക്വാഡ്രൻറ്റിൽ. തേർഡ് ക്വാഡ്രൻറ്റിലാകുമ്പോൾ അവിടെ ആരൊക്കെ പോസിറ്റീവ്? ഒന്ന് ഓർത്ത് നോക്കിയ ടീച്ചർ തൊട്ട് മുമ്പ് പറഞ്ഞതിനാണ് ASTC ഓൾ തേർഡാണ്. അപ്പോൾ ഓൾ സ്റ്റുഡൻസ് ടേക്ക്. അപ്പോൾ ടി ആരൊക്കെയാണ്? ടാനും കോട്ടും. അപ്പോൾ തേർഡ് ക്വാഡ്രൻ്റ് ആണ്. ഇവിടെ തേർഡ് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് ടാൻ ആൻഡ് കോട്ടാണ് പോസിറ്റീവ്. തേർഡ് ക്വാഡ്രൻറ്റിൽ ടാനും കോട്ടും പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ സൈൻ എക്സ് ഇവിടെ എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ സൈൻ എക്സ് നമുക്ക് പ്ലസ് ഓർ മൈനസ് √3 by 2 കിട്ടി. പക്ഷേ ടാനും കോട്ടുമേ ഉള്ളൂ പോസിറ്റീവ്. സൈൻ എന്തായിരിക്കും? നെഗറ്റീവ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? സൈൻ എക്സ് ഇസ് ഈക്വൽ ടു -√3 by 2. സൈൻ എക്സ് ഇസ് ഈക്വൽ ടു -√3 by 2. സൈൻ എക്സ് -√3 by 2 ആയതുകൊണ്ട് നമുക്ക് കൊസീക്ക് എന്തെഴുതാം? കൊസീക്ക് എന്ന് പറഞ്ഞാൽ സൈനിൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ സൈനിൻ്റെ റെസിപ്രോക്കൽ എന്തൊരു? -2 by √3. ഓക്കെ, അപ്പോൾ ഇനി കോസായി, സീക്കായി, സൈനായി, കൊസീക്കായി. ഇനി ആരൊക്കെ വേണം? ടാനും കോട്ടും. എങ്ങനെ ടാൻ കാണുന്നത്? ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് അല്ലേ. സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ് ടാൻ. ഇവിടെ സൈൻ എക്സ് നമുക്ക് എത്രയാണ് കിട്ടിയത്? സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ -√3 by 2 ബൈ കോസ് എക്സ് എന്താണ്? -1 by 2. അപ്പോൾ ഇവ രണ്ട് 2ഉം 2ഉം മൈനസും മൈനസും ക്യാൻസൽ ചെയ്ത് നമുക്ക് എത്ര കിട്ടി? √3.
അപ്പോൾ ടാൻ എക്സ് √3 കണ്ട പോസിറ്റീവ് തന്നെ കിട്ടിയത്. അപ്പോൾ ടാൻ എക്സ് √3 ആകുമ്പോൾ കോട്ട് എക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ അത് എത്ര വരും? 1/√3. ഇത് നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ചെടുത്ത് എഴുതണം. എന്താ എഴുതണം? സൈൻ എക്സ് ഇസ് ഈക്വൽ ടു √3 നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ച് എഴുതാം. സൈൻ എക്സ് ഇസ് ഈക്വൽ ടു -√3/2, കൊസീക് എക്സ് ഇസ് ഈക്വൽ ടു -2/√3, അതുപോലെ കോസ് എക്സ് ഇസ് ഈക്വൽ ടു -1/2, സീക്ക് എക്സ് ഇസ് ഈക്വൽ ടു -2. അപ്പോൾ നമുക്ക് വേണ്ടതെല്ലാം ആയി. അപ്പോൾ ക്ലിയർ ആയല്ലോ. അവർ കോസ് തന്നപ്പോൾ നമ്മൾ ആ ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് സൈൻ കണ്ടുപിടിച്ചു. ഇനി തേർഡ് ക്വാഡ്രന്റിലായതുകൊണ്ട് ടാനും കോട്ടും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. അപ്പോൾ നമ്മൾ സൈൻ നെഗറ്റീവാണ്. അപ്പോൾ സൈൻ വെച്ച് നമ്മൾ കൊസീക്ക് അതിൻ്റെ റെസിപ്രോക്കൽ എഴുതി. ഇനി ടാൻ കാണാൻ എന്ത് ചെയ്തു? സൈൻ ബൈ കോസ് എടുത്തു. അതിൻ്റെ റെസിപ്രോക്കലായിട്ട് നമ്മൾ കോട്ടും എഴുതി. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സൈൻ എക്സ് ഇസ് ഈക്വൽ ടു 3/5. സൈൻ എക്സ് ഇസ് ഈക്വൽ ടു 3/5. എക്സ് എവിടെയാണ്? എക്സ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. അപ്പോൾ എക്സ് സെക്കൻഡ് ക്വാഡ്രന്റിലാവുമ്പോൾ ഏതൊക്കെയാണ് പോസിറ്റീവ്? എക്സ് സെക്കൻഡ് ക്വാഡ്രന്റിലാകുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ ആരൊക്കെ പോസിറ്റീവാണ്? പറഞ്ഞ് ഓൾ സ്റ്റുഡൻസ്. അപ്പോൾ യെസ്, സൈനും കൊസീക്കും. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ ആൻഡ് കൊസീക്ക് പോസിറ്റീവ്. സൈൻ ആൻഡ് കൊസീക്ക് പോസിറ്റീവ്. ഇവിടെ സൈൻ തന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ ഐഡൻറ്റിറ്റി യൂസ് ചെയ്യുക. എങ്ങനെയാണ്? കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 - സൈൻ സ്ക്വയർ എക്സ്. എന്നിട്ട് നമുക്ക് കോസ് സ്ക്വയർ എക്സ് കണ്ട് റൂട്ട് കാണുമ്പോൾ കോസ് എക്സ് കിട്ടും. പിന്നെ സൈൻ ബൈ കോസ് എടുത്ത് ടാനും പിന്നെ റെസിപ്രോക്കൽ ഫങ്ഷൻസും എഴുതാം. അപ്പോൾ ആ രീതിയിൽ ഇത് ചെയ്യാം. ഇനി കുറച്ചുകൂടി എളുപ്പമുള്ളൊരു രീതിയും കൂടി ടീച്ചർ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നമ്മൾ ഈ ഒരു എളുപ്പത്തിന് വേണ്ടി നമ്മളൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്തു. ഒരു ആംഗിളിന് നമ്മൾ എക്സ് എന്ന് പേരും കൊടുത്തു. ഇനി ഇവിടെ സൈൻ എക്സ് തന്നിരിക്കുന്നത് എന്താണ്? 3/5 അല്ലേ? എന്താണ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ? സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ് നമ്മുടെ സൈൻ എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ ഈ ഒരു ആംഗിൾ എക്സ് എന്ന് കൊടുത്തില്ലേ? അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? ഇതല്ലേ? അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ് നമുക്ക് 3/5. അപ്പോൾ ഇവിടുത്തെ ഓപ്പോസിറ്റ് സൈഡ് ഇതല്ലേ? അപ്പോൾ ഇത് 3 ആണ്. അപ്പോൾ ഈ സൈഡ് എന്താണ്? ഈ സൈഡ് 3 ആണ്. ഇനി ഹൈപ്പോട്ട്ന്യൂസ് ഏതാണ്? ഇതാ ഹൈപ്പോട്ട്ന്യൂസ് 5. അപ്പോൾ തന്നിരിക്കുന്ന സൈൻ വെച്ച് നമ്മൾ 2 സൈഡ് അടയാളപ്പെടുത്തി. ഇനി നമ്മുടെ ജോലി മൂന്നാമത്തെ സൈഡ് കാണുക എന്നുള്ളതാണ്. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കി കർണവും ഉണ്ട് ലംബവും ഉണ്ട്. നമുക്ക് പാദം കാണാമല്ലോ. ഈ സൈഡ് നമുക്ക് എങ്ങനെ കാണാം? ഇതിന് നമുക്ക് ABC എന്ന് പേര് കൊടുത്താൽ AB = എന്ത് വരും? ഒരു സൈഡ് കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? റൂട്ട് ഓഫ്, നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്, ഒരു മട്ടത്രികോണത്തിൻ്റെ ഒരു വശം കാണാൻ റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ. ഓക്കെ, അപ്പോൾ 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 5 സ്ക്വയർ 25 മൈനസ് 9 വിച്ച് ഈസ് ഈക്വൽ ടു 16. 16 എന്ന് പറയുമ്പോൾ അതിൻ്റെ അപ്പോൾ AB റൂട്ട് ഓഫ് 16 ആണ്. അന്നേരം AB = എത്ര കിട്ടി? 4. അപ്പോൾ ഈ സൈഡ് എത്ര കിട്ടി? 4. അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ 3 സൈഡും കിട്ടി. അപ്പോൾ തന്നിരിക്കുന്ന സൈൻ വെച്ച് നമ്മളൊരു എക്സ് എന്നൊരു ആംഗിൾ മാർക്ക് ചെയ്തു. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്. അപ്പോൾ 3ഉം 5ഉം മാർക്ക് ചെയ്തു. മൂന്നാമത്തെ സൈഡ്. അപ്പോൾ ഏത് ആംഗിളാണ്, ഏത് ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആണോ തന്നത്? ഇപ്പോൾ ടാൻ തരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ടാൻ തരുവാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. എന്നിട്ട് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? ഹൈപ്പോട്ട്ന്യൂസ് കാണും. ഹൈപ്പോട്ട്ന്യൂസ് കാണാൻ എന്ത് ചെയ്യണം? ഇതേ സ്ക്വയർ പ്ലസ് ഇതേ സ്ക്വയർ. അപ്പോൾ തന്നിരിക്കുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വെച്ച് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഏത് തന്നിരിക്കുന്നത് ഏത് സൈഡാണ് 2 എണ്ണം എഴുതിയിട്ട് ഇല്ലാത്ത മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മളിവിടെ 4 എന്ന് കിട്ടി. ഇനി നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. സൈൻ എക്സ് നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഏത് ക്വാഡ്രൻ്റാണ്? സെക്കൻഡ് ആയതുകൊണ്ട് സൈനും കൊസീക്കും പോസിറ്റീവ്. അപ്പോൾ സൈൻ 3/5 ആയപ്പോൾ കൊസീക്ക് എന്ത് വരും? കൊസീക്ക് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ 5/3. നോക്കെ, സൈനും കൊസീക്കും മാത്രമേ ഉള്ളൂ പോസിറ്റീവ്. ഇനിയെല്ലാം നെഗറ്റീവാണ്. നമുക്ക് അടുത്ത ബാക്കി ഓരോന്നായിട്ട് എഴുതാം. അടുത്ത കോസ് എക്സ്. അപ്പോൾ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ്.
ഓക്കെ, അപ്പോൾ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറഞ്ഞാൽ 4/5. ഇങ്ങനെ പോരാ, ഈ കോസ് ഇവിടെ എന്താണ്, സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ കോസ് എന്താണ്, നെഗറ്റീവാണ്. സോ -4/5. ഇനി കോസ് -4/5 ആണെങ്കിൽ സീക്ക് എന്താണ്, ഇതിൻ്റെ റെസിപ്രോക്കൽ അല്ലേ, ദാറ്റ് ഈസ് -5/4. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ വേണം, ഇനി ടാനും കോട്ടും അല്ലേ. ഇനി ടാൻ എക്സ് സീക്കൽ ടു നോക്കെ, ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. ദാറ്റ് ഈസ് 3/4. സെക്കൻഡ് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് നെഗറ്റീവ്. അപ്പോൾ ടാൻ എക്സ് -3/4 ആണെങ്കിൽ വാട്ട് ഈസ് കോട്ട് എക്സ്, ഇതിൻ്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് -4/3. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ട്രിഗണോമെട്രി ഫംഗ്ഷൻ വെച്ച് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ 2 സൈഡ് എഴുതുക. അത് വെച്ചുകൊണ്ട് മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുള്ള ട്രിഗണോമെട്രിക്, അതായത് സൈഡ്സിൻ്റെ റേഷ്യോ വെച്ച് നമ്മൾ ബാക്കിയുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എല്ലാം എഴുതുക. ഇനി ഏതൊക്കെ പോസിറ്റീവ് ഏതൊക്കെ നെഗറ്റീവ് അതനുസരിച്ച് മാർക്ക് ചെയ്യുക. സെക്കൻഡ് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് ഏതൊക്കെ, സൈനും കൊസീക്കും മാത്രം പോസിറ്റീവ്, ആൾ ദ അതേഴ്സ് ആർ നെഗറ്റീവ്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടാൻ എക്സ് ഇസ് ഈക്വൽ ടു -5/12 എക്സ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രൻറ്റ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിന് ഏത് രീതി ടാൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, നമുക്കിത് വെച്ച് ബാക്കിയുള്ള ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൻ്റെ വാല്യൂ കാണണം. അപ്പോൾ ടാൻ എക്സ് തരുമ്പോൾ തന്നെ നമുക്ക് എന്തെഴുതാം, ഉടൻ തന്നെ നമുക്ക് കോട്ട് എക്സ് എഴുതാം. അതുപോലെ എക്സ് ഏത് ക്വാഡ്രൻ്റ് ആണ്, എക്സ് സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ആരൊക്കെയാണ് പോസിറ്റീവ്, സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ആരൊക്കെ പോസിറ്റീവ്, സൈൻ ആൻഡ് കൊസീക്ക് പോസിറ്റീവ്, ഓൾ സ്റ്റുഡൻസ്. അപ്പോൾ സൈനും കൊസീക്കും മാത്രമേ ഇവിടെ പോസിറ്റീവ് ഉള്ളൂ, ബാക്കിയെല്ലാം നെഗറ്റീവാണ്. അപ്പോൾ ടാൻ എക്സ് ഇസ് ഈക്വൽ ടു -5/12. അതുകൊണ്ട് നമുക്ക് കോട്ടെക്സ് എന്ത് എഴുതാം, കോട്ടെക്സ് ഇസ് ഈക്വൽ, ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ത് വരും, -12/5. ഓക്കെ, ഇനി നമുക്ക് എളുപ്പമുള്ള രീതിയിലൊന്ന് ചെയ്യാം. ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇത് എക്സ്, ഇവിടെ ടാൻ എക്സ് ആണ് തന്നിരിക്കുന്നത്. ടാൻ എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ് അല്ലേ. അപ്പോൾ ഇത് എക്സ് ആകുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്, ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്, ഇതാണ് എന്ത്, അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും ഇനി എന്ത് കാണണം, ഹൈപ്പോട്ട്ന്യൂസ് കാണണം. അപ്പോൾ നമുക്ക് ഹൈപ്പോട്ട്ന്യൂസ് ഇത് എങ്ങനെ കാണാം, ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ ഏതാ നമുക്കുള്ളത്, ഹൈപ്പോട്ട്ന്യൂസ് അല്ലേ. അപ്പോൾ ഹൈപ്പോട്ട്ന്യൂസ് നമുക്ക് എങ്ങനെ കാണാം, BC is equal to √12 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. ഹൈപ്പോട്ട്ന്യൂസ് കാണണമെങ്കിൽ നമുക്ക് സം ഓഫ് ദി സ്ക്വയേഴ്സ് ആണ്. ഇനി ഹൈപ്പോട്ട്ന്യൂസ് ഉണ്ട്, വേറെ ഏതെങ്കിലും സൈഡാണ് കാണണ്ടെങ്കിൽ നമുക്ക് എന്താ കാണേണ്ടുന്നത്, അതായത് ഡിഫറൻസ് ഓഫ് ദി സ്ക്വയേഴ്സ് ആണ്. ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയർ മൈനസ് ഇതിലേതെങ്കിലും തന്നിരിക്കുന്ന സൈഡിൻ്റെ സ്ക്വയർ. ഇവിടെ നമുക്ക് ഹൈപ്പോട്ട്ന്യൂസ് ആണ് കാണേണ്ടുന്നത്. ദെയർഫോർ 12 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു √12 സ്ക്വയർ 144 പ്ലസ് 5 സ്ക്വയർ 25 വിച്ച് ഈസ് ഈക്വൽ √169. 169ൻ്റെ സ്ക്വയർ റൂട്ട് എന്താണ്, 13 വിച്ച് ഈസ് ഈക്വൽ ടു ±13. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 13 ആണ്. ഇപ്പം ടാനും കോട്ടുമായി. ഇനി ബാക്കിയെല്ലാം നമുക്ക് എഴുതാം. എന്താണ്, സൈൻ എക്സ്. എന്താണ് സൈൻ എക്സ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് 5/13. ഇനി അത് പോസിറ്റീവോ നെഗറ്റീവോ, സെക്കൻഡിൽ സൈനും കൊസീക്കും പോസിറ്റീവ്, സോ 5/13. അതുപോലെ കൊസീക്ക് എക്സ് എന്ത് വരും, ഇതിൻ്റെ റെസിപ്രോക്കൽ 13/5. അപ്പോൾ സൈനും കൊസീക്കും പോസിറ്റീവ് എഴുതി, ടാനും കോട്ടും എഴുതി. ഇനി ഏതൊക്കെ നമുക്ക് വേണ്ടത്, സീക്കും കൊസീക്കും. ഇനി എന്താണ് സീക്ക് എക്സ്, സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അഡ്ജസൻറ്റ് സൈഡ് ബൈ, അതായത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ്. സോറി, കോസ് ആണെങ്കിൽ സൈൻ എഴുതി നമുക്കിനി അടുത്തത് കോസ് എഴുതാം. കോസ് എക്സ് ഇസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്. അപ്പോൾ എന്ത് വരും, 12/13. അതെന്താണ്, നെഗറ്റീവ്. അടുത്ത സീക്ക് എക്സ് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ എന്ത് വരും, -13/12. അപ്പോൾ
ടാൻ തന്നിരുന്നു, അത് വെച്ച് നമ്മൾ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിച്ചു, അത് വെച്ച് ബാക്കി 4 എണ്ണം എഴുതി. അതിൽ സൈനും കൊസീക്കും പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവ്. ക്ലിയർ ആയല്ലോ? കൊസീക് എക്സ് ഇസ് ഈക്വൽ ടു -13/12. എക്സ് ലൈസ് ഇൻ ദ ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പോൾ ഇവിടെ കൊസീക് എക്സ് ആണ് തന്നിരിക്കുന്നത്. ഏത് ക്വാഡ്രന്റിലാണ്? ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ ആരൊക്കെയാണ് പോസിറ്റീവ്? ഓൾ സ്റ്റുഡൻസ് ടേക്ക് ചോക്ലേറ്റ്, സി. അപ്പോൾ ഫോർത്ത് ക്വാഡ്രന്റിൽ കോസും സീക്കുമാണ് പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് വേണമെങ്കിൽ ചെയ്താണ് കൊസീക്ക് വരുന്ന ഐഡൻറ്റിറ്റി ഏതാണ്? കൊസീക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. ആ ഐഡൻറ്റിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ടെക്സ് കാണാം, ആ കോട്ടിൽ നിന്ന് ടാൻ കാണാം, കൊസീക്കിൽ നിന്ന് സൈൻ കാണാം, പിന്നെ ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ്, അത് വെച്ച് കോസും കാണാം. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ടീച്ചർ ഇപ്പോൾ ഈ എളുപ്പമുള്ള ഈ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. മറ്റത് വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾക്ക് അതാണ് താല്പര്യമെങ്കിൽ അത് ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ട്രിഗണോ ഐഡൻറ്റിറ്റീസ് കുറച്ചുകൂടെ ഒന്ന് ഉറയ്ക്കും. പക്ഷെ പല കുട്ടികൾക്കും അത് ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ എളുപ്പമുള്ള മാർഗ്ഗം ഇതായതുകൊണ്ട് ടീച്ചർ ഇപ്പോഴും ഈ രീതിയിൽ തന്നെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് ഈ രീതിയിൽ ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ അത് നല്ലതായിട്ട് ഉറയ്ക്കാനും കൂടെ വേണ്ടി ടീച്ചർ അങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം. എക്സ് ഇവിടെ കൊസീക്ക് ആണല്ലേ. അപ്പോൾ കൊസീക്ക് എന്ന് പറയുമ്പോൾ ഏത് സൈഡ് ബൈ ഏതാണ്? കൊസീക്ക് എന്ന് പറഞ്ഞാൽ സൈനിൻ്റെ റെസിപ്രോക്കൽ. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. അപ്പോൾ കൊസീക്ക് എന്താണ്? ഹൈപ്പോട്ന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡാണ് അല്ലേ. അത് കൊസീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊസീക്ക് എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡാണ് സൈനിൻ്റെ റെസിപ്രോക്കൽ. ഇനി നിങ്ങൾക്ക് കൊസീക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ കൊസീക്ക് കാണുന്ന ഉടനെ നമുക്ക് എന്ത് എഴുതാം? അതിൻ്റെ റെസിപ്രോക്കലായ സൈൻ വേണമെങ്കിൽ അങ്ങ് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് വരും. അപ്പോൾ കൊസീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റെസിപ്രോക്കൽ അങ്ങ് എഴുതാം. അതായത് കൊസീക്ക് എക്സ് ഈസ് ഈക്വൽ ടു -13/12. സോ വാട്ട് ഈസ് സൈൻ എക്സ്? സൈൻ എക്സ് ഈസ് ഈക്വൽ ടു -12/13. ഫോർത്ത് ആയതുകൊണ്ട് സൈനും കൊസീക്കും എല്ലാം നെഗറ്റീവാണ്. അപ്പോൾ കൊസീക്ക് വെച്ച് നമ്മൾ സൈൻ എഴുതി. ഇനി സൈൻ എഴുതുമ്പോൾ നിങ്ങൾക്കറിയാം സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. അപ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡ് ഇതല്ലേ, ഇത് ഓപ്പോസിറ്റ് സൈഡ്, ഇത് ഹൈപ്പോട്ന്യൂസ്. നമുക്കിനി എന്ത് കണ്ടാൽ മതി? എ ബി എന്നുള്ള സൈഡ് കണ്ടാൽ മതി. അപ്പോൾ വാട്ട് ഈസ് എ ബി? എ ബി ഈസ് ഈക്വൽ ടു √of 13 square minus 12 square, which is equal to √of 13 square 169 minus 144, which is equal to √25. ഓക്കെ, അപ്പോൾ എ ബി ഈസിൽ √25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ±5 വരും. അപ്പോൾ ഈ സൈഡ് 5 ആണ്. അപ്പോൾ നമുക്ക് 3 സൈഡ് ഉണ്ട്. ഇനി ബാക്കിയെല്ലാം എഴുതാം. ഇനി ഏതൊക്കെ എഴുതാം? നമുക്ക് സൈനും കൊസീക്കും എഴുതി. ഇനി കോസ് എഴുതാം. വാട്ട് ഈസ് കോസ് എക്സ്? കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. ദാറ്റ് ഈസ് 5/13. അവിടെ എന്താണ്? അത് പോസിറ്റീവ് ആയിരിക്കും. ഇനി കോസ് എഴുതുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? സീക്ക് എക്സ് എഴുതാം. Then what is sec x? Sec x is equal to ഇതിൻ്റെ റെസിപ്രോക്കൽ, that is 13/5. കോസും സീക്കും പോസിറ്റീവാണ്, അതുകൊണ്ട് അത് അങ്ങനെ എഴുതി. ഇനി നമുക്ക് എന്തൊക്കെ വേണം? അപ്പോൾ സൈനായി, കൊസീക്കായി, കോസായി, സീക്കായി. ഇനി നമുക്ക് വേണ്ട ഏതൊക്കെയാണ്? ടാനും കോട്ടും. അപ്പോൾ ടാൻ എക്സ് ഈക്വൽ ടു ടാൻ എന്ന് പറയുമ്പോൾ എന്താണ്? ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ദാറ്റ് ഈസ് 12/5. ഇനി അതെന്താണ്? അത് നെഗറ്റീവാണ്. ദെൻ വാട്ട് ഈസ് കോട്ടെക്സ്? കോട്ടെക്സ് എന്ന് പറഞ്ഞാൽ ടാനിൻ്റെ റെസിപ്രോക്കൽ, ദാറ്റ് ഈസ് -5/12. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? ആ 4 ക്വാഡ്രൻറ്റിലും ഏതൊക്കെ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് പോസിറ്റീവോ നെഗറ്റീവോ എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ അത് വെച്ചുള്ള പ്രോബ്ലമാണ് നമ്മൾ ഇപ്പോൾ ചെയ്തത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആംഗിൾസ്
ട്രിഗണോമെട്രി നമുക്കറിയാം 360 കഴിഞ്ഞും ട്രിഗണോമെട്രിയിൽ ആംഗിൾസ് മെഷർ ചെയ്യും. അപ്പോൾ നമ്മൾ 360 കഴിഞ്ഞും അങ്ങനെ കുറേ റിലേറ്റ് ചെയ്ത കുറച്ച് പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. പിന്നെ ബാക്കി കുറച്ച് ട്രിഗണോമെട്രിയുടെ കുറേ റിസൾട്ടൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ഇന്ന് ടീച്ചർ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.